സുഹൃത്ത് ഹലോ ചൊറിഞ്ഞു തരണോ? ഹായ് ഗൈസ്, കാറ്റാടിമുക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോ മലക്കപ്പാറ പോവാനായിട്ടുള്ള KSRTC ബസ്സിൽ ഞങ്ങൾ മലക്കപ്പാറ ട്രിപ്പ് പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ സെറ്റ് ആയിട്ടിരിക്കുക. ഞങ്ങൾ രാവിലെ 4:30 ദേ ഇപ്പൊ മഴയും പെയ്ത് ഞങ്ങളിപ്പോ നിക്കുന്നത് നമ്മുടെ ആലപ്പുഴയുടെ ടൗണും ഏറ്റവും കൂടുതൽ വണ്ടിയൊക്കെ. അപ്പൊ ഞങ്ങള് 2 മണിക്കായി കുത്തിപ്പൊക്കി ഉത്തരവാദിത്തത്തോടെ സച്ചിൻ നേരത്തെ വിളിച്ച് സെറ്റാക്കി അല്ലേ? മലക്കപ്പാറയിലെ തന്നെ ഒരു ടിക്കറ്റിന് 600 രൂപ. അപ്പൊ നമുക്ക് ഇനി ആനവണ്ടി പോയി ആനേനൊക്കെ കാണാൻ പറ്റുമോ നോക്കാം അല്ലേ? ഇതാണ് നമ്മുടെ ആനവണ്ടി. ഈ വണ്ടിയിലാണ് നമ്മൾ യാത്രയാവുന്നത്. രാവിലെ 4 മണിക്ക് KSRTC ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ ഇതാണ്. എല്ലാവരും പത്രം എടുക്കുകയാണ്. ഈ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചാലേ ഇതപ്പോൾ ഞങ്ങളൊരു സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയിൽ അവിടെ കിടപ്പുണ്ട്. ഇവിടെ കണ്ടോ? ഇതാണെന്ന് തോന്നുന്നത്. 2 വണ്ടി പോകുന്നുണ്ട്. നമ്മൾ എത്ര പേരാണ്? 108 പേരെ കണ്ടിട്ടല്ലേ? അപ്പം 54 പേര് ഗൈസ് അച്ഛൻ്റെ കണ്ടക്ടറായിട്ട് വന്നിരിക്കുകയാണ്. എത്ര രൂപ ഗൈസ്? 600 രൂപ. ടിക്കറ്റ് എടുത്തില്ലേ നമ്മളെ ടിക്കറ്റ് എടുക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. കണ്ടക്ടർ കണ്ട കണ്ടക്ടർ ടിക്കറ്റാ മര്യാദക്ക് ടിക്കറ്റാ. ഗൈസ് ഈ കരുത്ത ലോറി കാണാൻ നേരത്ത് നമുക്ക് മറ്റേ കൊച്ചുരാജാലെ സീൻ ഓർമ്മ വെട്ടിക്കളയാൻ തോന്നത്തില്ല അല്ലേ? ചാടിക്കോ? അയ്യോ ക്യാമറ. നമ്മള് 2 വണ്ടിയിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ അണ്ണം വന്ന് ഗൈസ്. അപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുന്നത് മറ്റേ അതിരപ്പള്ളി വാഴച്ചാലിലാണ്. അതിരപ്പള്ളി വ്യൂ പോയിന്റ് ആണ്. പക്ഷെ കരക്കെ വെള്ളത്തില വെള്ളം ഇത്രയും മഴ പെയ്തിട്ട് വെള്ളം നമ്മളെ വ്യൂ ഒക്കെ ഉണ്ടോ? അവിടെ ഒരു അപ്പം കുളിക്കുന്നൊക്കെ ഉണ്ട്. ആരാ പറഞ്ഞത്? കടവ് കണ്ട എൻട്രി ഇങ്ങോട്ട് പ്രൊഹിബിറ്റഡ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങോട്ട് കയറാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ആഗ്രഹമുണ്ട്, പക്ഷേ ആകാശം ഇറങ്ങത്തില്ല. ആകാശം ഇറങ്ങോ? അതെ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ സാരിയൊക്കെ വെച്ച് കെട്ടി വെച്ചിരിക്കുക. അത് കെട്ടിയിട്ടില്ലായിരുന്നു നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയായിരുന്നു. അവിടെ കണ്ട സെറ്റപ്പായിരുന്നു അവിടെ. ഗൈസ് ഇവിടെ ആനപ്പിണ്ടൊക്കെ കിടപ്പുണ്ട്. ചവിട്ടല്ലേ. പക്ഷെ ആനപ്പിണ്ടത്ത് അറിയാതെ ചവിട്ടുന്നത് നല്ലതാണ്. മുടി വളരുന്ന ബേബിൻ സാറിന് തൃശ്ശൂർ വേരുകളുണ്ട് നോക്കിട്ട് പറഞ്ഞു. തൃശ്ശൂർ വേരുകൾ ഏത് ആനയുടെ പിണ്ടമാന്ന് പറയാവോ? തൃശ്ശൂർ വേരുകൾ വെച്ച് പറയാം. നമ്മളിപ്പം വന്നിരിക്കുന്ന അതിരപ്പള്ളി വാഴച്ചാലിലാണ്. ഇപ്പം ഇവിടുന്ന് നിങ്ങൾ ക്യാമറയിൽ കൂടെ ഞങ്ങൾ മാക്സിമം തരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്തോരം കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഇവിടെ കുറെ കുരങ്ങന്മാരും. സുഹൃത്തെ ഹലോ ചൊറിഞ്ഞു തരണോ? ഗൈസ് നമ്മുടെ ബസ് നമ്മളെ ഇട്ടിട്ട് വേറെ എവിടെയൊക്കെ പോയി. നമ്മളിത് ബസ് തപ്പി നടക്കുക.
ഇവിടുന്ന് ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് മാറ്റി ഇടുമെന്നാ പറഞ്ഞത്. അവരെന്തോ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു 2 മണിക്കൂർ നമുക്ക് ടൈം തരും. അതിനുള്ളിൽ നമ്മൾ അപ്പുറത്ത് എത്തിയിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് നമ്മളിവിടെ ഇടയ്ക്ക് ഇറങ്ങി ഇവിടെ കണ്ടല്ലേ മറ്റേ മരം മുറിച്ച കേസ്, അതൊക്കെ ഇവിടെ കണ്ടേ. നമ്മളിപ്പോ നേരത്തെ ഞാനൊരു ഫോട്ടോ ഇവിടെ സൈഡിൽ കാണിച്ചേക്കാം. ആ മരമൊക്കെ കാണണം. നമ്മളെയൊക്കെ 10 ഇരട്ടിയുണ്ട് മരം. നമ്മൾ ഏതൊരു കാട്ട് വഴി കൂടെ വന്നിരിക്കുകയാണ്. എവിടെ നോക്കിയാലും അതിരപ്പള്ളി തന്നെ അല്ലേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള പെണ്ണിനെ കണ്ടേ ഞാമ്പലിക്കാരി മീൻ ചെമ്മീനെ പെണ്ണിനെ കൊട്ടിന് പെണ്ണിനെ കണ്ടേ ഗൈസ്, ഇപ്പൊ ഞങ്ങൾ ചാർപ്പ വെള്ളച്ചാട്ടത്തിന്റെ അവിടെയാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ പോകുന്നത് മലക്കപ്പാറ വഴിയാണ്. മലക്കപ്പാറയിലോട്ടാണ് പോകുന്നത്. വാൽപ്പാറ പോണ റൂട്ടാണ്. ഇപ്പൊ നമ്മൾ അതിരപ്പള്ളി കഴിഞ്ഞു. ഇനിയിപ്പോ ചാർപ്പയാണ് ഇപ്പൊ നിന്നിരിക്കുന്നത്. മലക്കപ്പാറയ്ക്ക് വേറൊരു പേരും ഉണ്ട്. മലക്കപ്പാറിന്റെ പേരെങ്ങനെ വന്നത് ആർക്കെങ്കിലും അറിയാം? ഇല്ലില്ല. മാലാഖപ്പാറ എന്നാണ് സത്യത്തിൽ പേര്. അത് പറഞ്ഞാണ് മലക്കപ്പാറ പറഞ്ഞത്. അല്ലെങ്കിലും ട്രിപ്പ് കളറാണെങ്കിൽ ഇതേപോലെ അല്ലേ. ഇതാണ് ചാർപ്പ വെള്ളച്ചാട്ടം അല്ലേ. വണ്ടിക്ക് റിവേഴ്സ് ഗിയറില്ല. രാജാവിന് വഴിയേർക്കടാ. ഫോളോ ചെയ്യണേ. ആ ബസ്സിനെ ഫോളോ ചെയ്യണേ. ഈ ബസ്സിനെ ഫോളോ ചെയ്യണേ ഇത് പോകുമ്പോൾ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ മലക്കപ്പാറ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഓൾമോസ്റ്റ് ഒരു 1:30 ഇപ്പോൾ ഞങ്ങൾ കഴിക്കാം എന്നുള്ള പ്ലാനായിട്ട് പോവാണ്. ഏതൊരു ഹോട്ടൽ, നല്ല ഹോട്ടലുണ്ടായിരുന്നു. ആലപ്പുഴയിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് കിട്ടുമെന്നാ പറയുന്നത്. ആരെങ്കിലും ഇവിടെ വന്ന് ഒരു ആലപ്പുഴ കൗണ്ടർ എടുത്തിട്ട് അന്ന് കൗണ്ടർക്ക് ഞങ്ങളിപ്പോ കാണിച്ചു തരാം. നമ്മുടെ സബ്സ്ക്രൈബർ ഇതാ. ഞങ്ങൾ അവിടുന്ന് മലക്കപ്പാറയിൽ നിന്ന് ഇങ്ങോട്ട് നടന്ന് നമ്മുടെ തമിഴ്നാട്ടിലെ ബോർഡറും കഴിഞ്ഞ് ഇപ്പുറത്തെ തമിഴ്നാട്ടിൽ ഇപ്പൊ കാല് കുത്തി ഞങ്ങൾ നടന്ന് തമിഴ്നാട്ടിലെത്തിയിരിക്കുന്നു. ഇതിപ്പോ ഒരു കഴിക്കാനായിട്ട് ഒരു ഹോട്ടൽ തേടിക്കേണ്ടി നടന്നോണ്ടിരിക്കുക. നമ്മള് തമിഴ്നാട്ടിൽ ഇനി വല്ല കൊണ്ടാട്ടോ ചക്കപ്പുഴുക്കല്ല പൊങ്കലോ പൊങ്കൽ. ഇനി തമിഴ് ഇത് ഇന്ത പസങ്ക തമിഴ്നാട്ട് ആണോ തമിഴ്നാട്ട് വീട്ടിൽ പിള്ളേ തമിഴ്നാട്ടിക്ക് മരുമകൻ. ഇവിടുത്തെ റോഡ് വ്യത്യാസം കണ്ട. ഇവിടുത്തെ റോഡ് നല്ലതാ, അടിപൊളിയാ. തമിഴ്നാട്ടിലോട്ട് കാലുകുത്തിയപ്പോ നല്ല റോഡ്. തൊട്ടപ്പുറത്ത് റോഡ് 50 മീറ്റർ മുന്നേ കുണ്ടും കുഴിയും ഓഫ് റോഡ്. ഇതിപ്പോ ഞങ്ങളിത് ഇവിടെ കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. ഇവിടെ നല്ല തിരക്കായതുകൊണ്ട് ദൂരെ കണ്ട വണ്ടിയൊക്കെ പോകുന്നത്. ആൾക്കാർ ഇങ്ങനെ ഹോട്ടൽ തേടി നടക്കുക. കുറച്ച് ഹോട്ടൽ അടുപ്പിച്ചടുപ്പിച്ചുണ്ടെങ്കിൽ ആളൊന്നും തികയുന്നില്ല. ഇപ്പൊ ഞങ്ങളിപ്പോ ഒരു മല്ലികേച്ചിയുടെ എന്ന് പറയുന്ന ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. തമിഴ്നാട് റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളിത് കഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ മല്ലിക ചേച്ചിയുടെ കടയിൽ നിന്നാണ് ഊണും കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് അവിടെയാണ് നമ്മൾ ഊണ് കഴിച്ചത്. അവിടെ ആ താഴത്ത് നമ്മൾ നടന്നത് ഇതിൻ്റെ മുകളിൽ കൂടെ കയറി ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകാൻ പോകും. ആകാശ് കയറി പോണ റൂട്ട് കണ്ട. ഇതിൻ്റെ മുകളിലിപ്പോൾ എന്താ വ്യൂ എന്ന് നോക്കാം നമ്മൾ. ഗൈസ് അവിടെ ഒരു ഡാം കാണുന്നുണ്ട് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു ഷോളയാർ ഡാം ആയിരിക്കും. ശരിയാ, അതാണ്. തമിഴ്നാട്ടിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. ഷോളയാർ നമ്മൾ നേരത്തെ കണ്ടില്ല, പെൻസ്റ്റോക്കും റിസോർട്ടും അതിൻ്റെ ഡാമാണെന്നാ തോന്നുന്നത്. ഗൈസ് ഏകദേശം ഒരു 2:30 മണിയെങ്ങാണ്ടായി. 2:30 അല്ലേ? 2:30. അപ്പോൾ അത് ഓടയൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് മഴയൊക്കെ പൊടിക്കുന്നുണ്ടായിരുന്നു നേരത്തെ.